ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടോ? ഇന്നേ ഞാൻ വന്നിട്ടുള്ളത് എന്നെ 3 റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ സഹായിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ട്ടോ. കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്ര കാര്യങ്ങൾ കൊണ്ടാണ് ഞാനൊരു റാങ്ക് ലിസ്റ്റിൽ എത്തിയത് എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അത് ഇപ്പം ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ എത്ര ശ്രമിച്ചിട്ടും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഇതുവരെ എൻ്റെ 100% കൊടുത്തിട്ടും അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിച്ചിട്ടില്ല എനിക്ക്. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ സംശയിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠന രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ ഒരു ഇനി വരുന്ന ഏതെങ്കിലും എക്സാംസ് നമുക്ക് ഒരുപാട് എക്സാംസ് ഇനി വരുന്നുണ്ട്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒരുപാട് അവസരങ്ങളുള്ളൊരു വർഷമാണ്. അപ്പം ഇനി വരുന്ന അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന എൽ ഡി എക്സാം ഉണ്ട്. അപ്പോൾ ഇതുവരെ എക്സാംസിനൊന്നും അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും കുഴപ്പമില്ല. ഇനി നമുക്കൊരു എൽ ഡി എക്സാമാണ് വരുന്നത്. അപ്പോൾ ആ എക്സാംസിനൊക്കെ കിട്ടാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്താ നമ്മള് ഇനി വരുന്ന എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഇപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് സ്ട്രാറ്റജീസ് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ട്ടോ. എന്തായാലും ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏതൊക്കെ കാര്യങ്ങളാണ് സഹായിച്ചത്? ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻസിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്ദിയാവും ട്ടോ. പിന്നെ മാത്രമല്ല നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ഇത് അത് നമ്മൾ ഏത് വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ കമൻസും വായിക്കുമല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പഠന രീതിയായിരിക്കും യൂസ്ഫുൾ ആവുക ട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്കും ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ സാധിച്ചത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാര്യങ്ങളിലേക്ക് വരാം. ഫസ്റ്റത്തെ കാര്യം, നിങ്ങള് എസ്-സി-ആർ-ടി പഠിച്ചിട്ടുണ്ടോ? അതെ, ഫസ്റ്റത്തെ ചോദ്യം അതാണ്. നിങ്ങൾ എസ്-സി-ആർ-ടി പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് പഴയ എസ്-സി-ആർ-ടി അല്ല പുതിയ എസ്-സി-ആർ-ടി. ഇപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നത് പഴയ എസ്-സി-ആർ-ടി ആയിരുന്നു. പക്ഷേ 2020 മീൻസ് നമുക്ക് 2024 ജൂണിലും പിന്നെ 2025 ജൂണിലായിട്ട് 2 സെറ്റായിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. എസ്-സി-ആർ-ടി ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വന്ന അധിക എക്സാംസിലും ഫസ്റ്റത്തെ എക്സാംസ് എസ്-സി-ആർ-ടി ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തുള്ള ബുക്സിൽ നിന്നാണ് അധികം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്ന എക്സാം, ഇപ്പോൾ ഇനി വരുന്ന വി-എഫ്-എക്ക് ആണെങ്കിലും എൽ-ഡിക്ക് ആണെങ്കിലും ഇനി വരുന്ന ഏത് എക്സാമിനാണെങ്കിലും ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എസ്-സി-ആർ-ടി പഠിക്കണം എന്നുള്ളതാണ് കേട്ടോ. എസ്-സി-ആർ-ടി പഠിക്കാതെ നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അത്രമാത്രം ചോദ്യങ്ങളാണ് എസ്-സി-ആർ-ടിന്ന് വരിക. പിന്നെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ എസ്-സി-ആർ-ടിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. എത്രമാത്രം കണ്ടന്റാ എന്നുള്ളത് അറിയുക പോലുമില്ല. അത്രമാത്രം കണ്ടന്റ്. അതായത് ഓരോ പോയിന്റും ഓരോ ചോദ്യമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും കണ്ടന്റുകൾ എസ്-സി-ആർ-ടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എസ്-സി-ആർ-ടി വായിക്കാതെ നിങ്ങൾ പോവുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വലിയൊരു അബദ്ധമായിരിക്കും. കാരണം ഇത് വായിച്ച് ചെല്ലുന്ന ഒരാളെ വെച്ച് നോക്കുമ്പോൾ അവരിൽ നിന്ന് ഏകദേശം ഒരു 5 മാർക്കെങ്കിലും നിങ്ങൾക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് അത് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഈ 5 മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ 50ഉം 100ഉം ഒരു സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം 200ഉം 300ഉം 400ഉം ഒക്കെ റാങ്കിനെ ബാക്കൗട്ട് ആക്കുന്ന ഒരു മാർക്കായിരിക്കും 5 മാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 5 മാർക്ക് നിങ്ങൾ 5 മാർക്കോ അതിൽ കൂടുതലോ ഓക്കെ, അതാണ് ഏറ്റവും ചുരുങ്ങിയത് പറയണത്. അപ്പം ഇത്ര മാർക്കെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും ആ 5 മാർക്ക് നിങ്ങൾ 5 മാർക്കെന്നല്ല, എത്ര മാർക്കാണെങ്കിലും 1 മാർക്കാണെങ്കിലും ആ മാർക്ക് എസ്-സി-ആർ-ടി പഠിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ കളയരുത്. നിങ്ങളത് എസ്-സി-ആർ-ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഗൈഡുകളോ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പള്ളിക്കൂടത്തിൻ്റെ ബുക്സാണ് കേട്ടോ. അത് നല്ല ബുക്സാണ്. എനിക്കത് ഓക്കെയാണ്. പിന്നെ ലക്ഷ്യയ്ക്കൊക്കെ അങ്ങനെ ബുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല കൃത്യമായിട്ട്. ഞാൻ എന്തായാലും പള്ളിക്കൂടത്തിൻ്റെ ബുക്കാണ് യൂസ് ചെയ്യുന്നത്. ഏത് ബുക്കാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് എസ്-സി-ആർ-ടി ഇനിയിപ്പോൾ ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല നിങ്ങൾ എസ്-സി-ആർ-ടി നമുക്ക് നമ്മളെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് കൃത്യമായിട്ട് വായിക്കുക, സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അത് പഠിക്കുക. ഇത്ര കാര്യങ്ങൾ ചെയ്താൽ എസ്-സി-ആർ-ടി കംപ്ലീറ്റ് ആവും. എസ്-സി-ആർ-ടി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമായി പഠിക്കുന്നതിനാണ്, അതായത് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് എന്നാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ടെക്സ്റ്റ് ബുക്ക് അതിനെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ എനിക്കത് ഫിസിക്കലി ഒരു ബുക്കായിട്ട് തന്നെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനത് പള്ളിക്കൂടത്തിന് ബുക്കായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ മാക്സിമം എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എങ്ങനെ ഒരു എസ്-സി-ആർ-ടിൻ്റെ ബുക്ക് നിങ്ങൾ തീർത്തിട്ട് മാത്രമേ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അതിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിച്ച് തീർക്കണമെന്നില്ല. അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എസ്-സി-ആർ-ടി മുഴുവൻ പഠിക്കേണ്ട, ഇവ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ 2x ഇട്ടിട്ടെങ്കിലും കേട്ടിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റത്തെ എസ്-സി-ആർ-ടിൻ്റെ രീതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പി-വൈ-ക്യു പഠിക്കുക. പി-വൈ-ക്യു എന്ന് പറയുന്നത് അത്രയും നല്ലൊരു സോഴ്സ് വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഈ പി-വൈ-ക്യു എന്ന് പറയണത് ഉണ്ടല്ലോ, നമ്മളിനി എക്സാം എഴുതുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഈ വീഡിയോ കാണുന്ന മിക്കവാറും ആൾക്കാരും ഇനി 10th ലെവൽ എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പം ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യുന്നത് വി-എഫ്-എ എക്സാമിനാണെന്ന് കരുതുക. അപ്പോൾ ഈ വി-എഫ്-എ എക്സാം 2026
ആഹ് ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലായിട്ട് ഇങ്ങനെ 3 സമയത്തായിട്ട് 3 ഡേയ്സിലായിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപ് എത്ര എക്സാംസ് നടന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് കഴിഞ്ഞ എൽഡി മുതൽക്കുള്ള എക്സാംസ് നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് എക്സാംസ് ഉണ്ട്. 10th ലെവലായിട്ടുള്ള എക്സാംസ്. ഇതൊക്കെ ചെയ്ത് നോക്കുക. ഈ ഇത്രയും എന്തായാലും ഒരു 10, 20 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ഈ ചോദ്യം പേപ്പറുകളൊക്കെ ചെയ്ത് നോക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ഒരു PYQ പഠിക്കണം എന്ന് പറയുന്നതെന്ന് അറിയോ? അതിലൊരു കാര്യമുണ്ട്. ഈ PYQല് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിലെ കട്ട് ഓഫ് ആണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന മാർക്ക് 70 മാർക്കാണ്. എന്നാൽ അതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 75 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇൻ കേസ് നമ്മൾ ആ എക്സാം എഴുതിയിരുന്നെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടില്ല എന്നാണ്. ഓക്കെ. ഇനി അങ്ങനെയല്ല. ശരിക്കും 75 കട്ട് ഓഫ്. നമുക്കൊരു 80 മാർക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ. ഈ ഒരു എക്സാം ഞാൻ എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഞാൻ എന്തായാലും ആ ഒരു കട്ട് ഓഫ് കടന്ന് മേ ബി ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന് ഏറ്റവും നല്ലൊരു റാങ്ക് തന്നെ എനിക്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കട്ട് ഓഫ് ഉള്ള കട്ട് ഓഫ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങളുടെ ഏകദേശം ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു റേഞ്ച് നിങ്ങളുടെ ഒരു റേഞ്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കി പഠിക്കുന്നത് നിങ്ങളുടെ പഠനത്തിൻ്റെ നിലവാരം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല ഏകദേശം ഏരിയയാണ് നിങ്ങൾ ഏത് ഏരിയയാണ് നിങ്ങൾ പഠിക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ PYQ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അത് മോക്ക് ടെസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഏറ്റവും വലിയൊരു ഫോൾട്ടായിട്ട് അതായത് നിങ്ങൾ ഇതുവരെ PYQs അങ്ങനെ കൃത്യമായി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഇതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഫോൾട്ടായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം കേട്ടോ. കാരണം PYQs അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡെയിലി PYQ ചെയ്യാൻ ശ്രമിക്കാം. അതും കൃത്യമായിട്ട് ഉച്ച സമയത്ത് തന്നെ നമുക്ക് എപ്പോഴാണ് എക്സാം നടക്കുന്നത് ഏകദേശം ആ സമയത്ത് തന്നെ ഇരുന്നിട്ട് PYQ ചെയ്യുന്നതും ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെ PYQ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരേ സമയത്ത് എക്സാം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ LD ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മലയാളത്തിന്, 10 മാർക്ക് അങ്ങനെ മാത്സിന്, പിന്നെ കറണ്ട് അഫയേഴ്സിന് ഇത്ര മാർക്ക്. അപ്പം ഏകദേശം ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഓക്കെ ഇത്ര ടൈം ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ക്ലോക്ക് പോലും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ ഒരു എത്ര സമയം കൊണ്ടാണ് നമ്മളിത് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അതിന് നമ്മൾ PYQ വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കൃത്യമായിട്ട് ടൈമർ വെച്ചിട്ട് തന്നെ. പിന്നെ ടൈമർ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സാധാരണ നിങ്ങൾ ഇപ്പോൾ ഒരു മണിക്കൂർ 15 മിനിറ്റാണ് എക്സാമിന് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂറാണ് എക്സാമിന് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു 15 മിനിറ്റ് നിങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ് വേണ്ടത്. അതായത് ഒരു 15 മിനിറ്റ് ഒക്കെ ബാക്കിലോട്ട് ടൈമർ വെക്കാം. ഒരു മണിക്കൂറിൻ്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ 45, 1.25 മണിക്കൂറിൻ്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് എക്സാമിനാണെങ്കിലും ഒരു 10 ടു 15 മിനിറ്റോളം നിങ്ങൾ ബാക്കിലോട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ടൈം ഇമ്പ്രൂവ് ആവുള്ളൂ. ഓക്കെ. എന്നാൽ മാത്രം മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഒരു എക്സാം എഴുതി തീർക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. PYQ ചെയ്തേ എക്സാംസിന് പോകാൻ പാടുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഏത് എക്സാംസിനാണ് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ PYQs നോക്കണം. 10th ലെവലാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു ഫോഴ്സിൻ്റെ എക്സാം എന്നുണ്ടെങ്കിൽ എത്രങ്ങാനും എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫോഴ്സിൻ്റെ ആകുമ്പോൾ പോലീസിൻ്റെ മാത്രം നോക്കുക. ഇപ്പോൾ പോലീസാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ CPO മാത്രമാണ് നോക്കുന്നുണ്ടെങ്കിൽ CPO മാത്രം നോക്കാതെ എല്ലാ തരം ഫോഴ്സിൻ്റെ എക്സാംസ് നോക്കുക. ഫയറും അങ്ങനെയുള്ള എക്സൈസ് അങ്ങനെയുള്ള വരുന്ന ഏകദേശം എല്ലാ എക്സാംസും നോക്കുക. പിന്നെ ആകെ സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള മാർക്ക് വ്യത്യാസം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ വേറെ എക്സ്ട്രാ പഠിക്കുക എന്തെങ്കിലും ചെയ്താൽ മതി. 80 മാർക്കിനാണെങ്കിൽ നല്ലത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ ഒരു ഡിഗ്രി ലെവൽ എക്സാം പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഞാൻ ഡിഗ്രി ലെവൽ എക്സാമാണ് പഠിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും 10th ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യില്ല, +2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യില്ല, ഞാൻ ആ ലെവൽ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുള്ളൂ, LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യില്ല. അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ ഏത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാ തരം ക്വസ്റ്റ്യൻ പേപ്പറും നോക്കേണ്ട ആവശ്യകത ഉണ്ട്. ചില സമയത്ത് നമ്മളുടെ PSC ഒരു സൈക്കോ പോലെ പെരുമാറാറുണ്ട്. ചില സമയത്ത് 10th ലെവലിനൊക്കെ ഡിഗ്രി ലെവൽ പോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡിഗ്രി ലെവലിൽ 10th ലെവൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. LGSലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ LGSൻ്റെ ചില ക്വസ്റ്റ്യൻസ് കണ്ടാൽ അത് +2 ലെവലാണെന്ന് തോന്നും. അങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യസ്തം നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കുന്ന അതേ എക്സാംസിന് ഞാൻ എക്സാം എഴുതുള്ളൂ അങ്ങനെയുള്ള ഒരു വാശിയും ഇതൊന്നും വേണ്ട. അത് ചിലപ്പോൾ അബദ്ധമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഓക്കെ. പിന്നെ അടുത്ത എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്സ് മാക്സിമം കുറയ്ക്കാം. നെഗറ്റീവ് മാർക്ക് കുറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 0.3 മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെയാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അത് ഭയങ്കര വിഷമമായിരിക്കും. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു 0.3 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ LDയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ തന്നെ അതൊരു സങ്കടം തന്നെയാണ്. പക്ഷേ കുഴപ്പമില്ല. എല്ലാം എവരിത്തിങ് ഹാപ്പൻസ് ഫോർ സംതിങ് ഗുഡ് എന്ന് പറയില്ല. അതേപോലെ തന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് നമുക്കത് പറഞ്ഞിട്ട് ആലോചിച്ചിരുന്നിട്ട് വേറെ ഒന്നും കിട്ടാനൊന്നുമല്ല. അപ്പോൾ ഒരു 0.3 മാർക്ക് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ 0.3 മാർക്ക് നിങ്ങൾ കളയാൻ നിൽക്കരുത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 0.3 മാർക്കിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു 0.3 മാർക്ക് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മാസങ്ങൾക്ക് മുൻപ് ഒരു ജോലിക്കൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഒരു ചെറിയൊരു മാർക്കായിട്ട് കൺസിഡർ ചെയ്യരുത്. അത് നിങ്ങൾക്ക് എത്ര കാലത്തെ സർവീസ് വേണമെന്ന് വരെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം നിങ്ങൾക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടണം
ഇടണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വലിയ മാർക്കായിട്ട് മാത്രമേ ഒരു 0.3 മാർക്കിനെ പോലും കൺസിഡർ ചെയ്യാവൂ. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ എന്തായാലും ചെയ്ത് നോക്കണം. അത് നോക്കി മീൻസ് കണ്ടു നോക്കണം. അത് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ അതായത് നെഗറ്റീവ് മാർക്ക് കുറച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരു 70 മാർക്കിന് പഠിച്ചു. പക്ഷേ ബാക്കി 30 നിങ്ങൾ എന്തായാലും എക്സാം എഴുതുമല്ലേ. ബാക്കി 30ഉം നെഗറ്റീവ് അടിക്കുക. മീൻസ് എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് അടിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയേ. എന്നാൽ നിങ്ങൾ ആ 70 മാർക്കിൽ അങ്ങ് നിർത്തി വേറെ 30 മാർക്ക് നിങ്ങൾ കട്ട് ഓഫ് മീൻസ് കറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയില്ലേ. അപ്പോൾ അതാ പറയണത് മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക. പക്ഷെ അത് എഴുതിയിട്ട് മീൻസ് ഒരു അറിയാത്തൊരു ഉത്തരം എഴുതില്ല എന്ന് നിങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള വാശിയൊന്നും വേണ്ട. കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ കരുതുന്നു. സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കാണട്ടെ. ഞാൻ ഇതിനെ നിങ്ങൾ നിർബന്ധമായിട്ട് കാണുന്നൊന്നും പറയണില്ല. എന്നാലും സമയം ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്നൊരു തോന്നലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യം എൻ്റെ പഠന സമയത്ത് എനിക്ക് യൂസ്ഫുൾ ആയ കാര്യങ്ങൾ മാത്രമാണ്. അപ്പം ഞാൻ പറയാൻ മറന്നത് ഞാൻ സെൽഫ് പ്രിപ്പറേഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോച്ചിങ്ങിനല്ല പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓഫ്‌ലൈൻ ആയിട്ടുള്ള കോച്ചിങ്ങിനാകെ ഒരു 15 ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ 15 ദിവസം കൊണ്ട് തന്നെ എനിക്ക് അത് വേണ്ട എന്നുള്ളൊരു തോന്നൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കത് അത്രയും ഓക്കെ അല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് ഓഫ്‌ലൈൻ ആയിട്ടുള്ള കോച്ചിങ്ങിന് പോകണം അല്ലെങ്കിൽ പോകുന്നത് തെറ്റാണ് അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഓൺലൈൻ കോച്ചിങ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഞാൻ 10th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു കോഴ്സ് മാത്രം അങ്ങനെ എടുത്ത് പഠിച്ചതല്ല. കുറേ രീതികൾ ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ റാങ്ക് ലിസ്റ്റിലൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ SCRTൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ കട്ട് ഓഫിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അടുത്ത കാര്യം എന്ന് പറയണത് അത് ചില ടീച്ചേഴ്സിനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ശരിയാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്തേക്ക്. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. മാക്സിമം നമ്മൾ സിലബസ് കവർ ചെയ്യുക. ചില ടീച്ചേഴ്സ് പറയുന്നുണ്ട് നമുക്ക് മൊത്തം സിലബസ് കവർ ചെയ്തിട്ടൊന്നും ഒരു എക്സാമിന് പോകാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ എന്തോ എനിക്ക് ആ ഒരു സാധനത്തോട് ഭയങ്കര എതിർപ്പുണ്ട്. പക്ഷേ എന്നാൽ വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഉം എനിക്ക് സത്യം പറഞ്ഞാൽ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കുറച്ച് ടഫുള്ള സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ വല്ലാണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ഓവറായിട്ട് പഠിച്ച് പോകാനൊന്നും ശ്രമിക്കാറില്ല. മാക്സിമം PYQs ചെയ്യും. ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളുള്ള ഭാഗം മാത്രം ഞാൻ പഠിക്കാനും ശ്രമിക്കാറുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഫിസിക്സ് എപ്പോഴും കാണാറുള്ളത്. പിന്നെ ഞാൻ എഴുതുന്ന അധിക എക്സാംസിനും 3 മാർക്കാണ് ഫിസിക്സിന് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ PYQs അധികം ചെയ്താൽ തന്നെ അതിലുള്ള ഒരു 2 മാർക്കിന് കിട്ടാറുണ്ട്. 1 മാർക്കൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഫിസിക്സ് തീരെ കിട്ടാറില്ല. എന്നാൽ ചിലപ്പോൾ ഈസി ആണെന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ 3 മാർക്ക് കിട്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം എന്നാൽ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും ഞാൻ മാക്സിമം പഠിച്ച് തീർത്തിട്ട് തന്നെ എക്സാംസിന് പോകാൻ ശ്രമിക്കാറ്. അപ്പം ഞാൻ എല്ലാ എക്സാംസിനും പോകുന്ന സമയത്ത് പോകുമ്പോൾ അല്ല ഏത് എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എത്ര ദിവസം കൊണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് തീർക്കണം, ഇതിനുള്ള റിവിഷനുള്ള ടൈം ഉണ്ടാവും. അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ പഠിക്കാറ്. ചില സമയത്ത് എനിക്ക് ടൈം കിട്ടാറില്ല. എന്നാൽ പോലും ഞാൻ മാക്സിമം അങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യാനുള്ള ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനൊരു സിലബസ് മാക്സിമം കവർ ചെയ്തിട്ട് തന്നെ ഒരു എക്സാമിന് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള PYQs ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട്. ഇതിൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ട് നിങ്ങൾ അങ്ങനെ കാണരുത്. ഞാൻ മുൻപേ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ യൂട്യൂബ് ചാനൽ ടെലഗ്രാം ചാനൽസാണ് എനിക്ക് യൂസ്ഫുൾ ആയത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അങ്ങനെയുള്ള ചാനൽസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുമെന്ന് ഞാൻ പറയണില്ല. ഇൻ കേസ് നിങ്ങൾക്ക് തീരെ ഏതൊക്കെ ടെലഗ്രാമാണ് ഫോളോ ചെയ്യേണ്ടത്, യൂട്യൂബ് ചാനൽസാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടേക്ക്. ഞാൻ ഇതിനെ തന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ മാത്രം അതൊക്കെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ നിങ്ങളുടെ സമയത്തിനും വിലയുണ്ട്. എൻ്റെ സമയത്തിനും വിലയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക എനിക്ക് അതായത് ഇപ്പോൾ ഞാൻ പഠിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം കാര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും നമ്മളെ പോലെ തന്നെ വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാളും വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ അതായത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഇത് ഉപകാരപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. കുറച്ച് പേരൊക്കെ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി വന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ചേച്ചി പറയണൊക്കെ. അപ്പം ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ നമ്മൾ ഈ പറയുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് അത്രയും സീരിയസ് ആയി എടുത്ത് അത് വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന് എക്സാംസിന് പോയ ആൾക്കാർക്ക് നല്ല രീതിയിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് പോലും ഇപ്പോൾ നടന്ന കമ്പനി ബോർഡ് GSൻ്റെ പ്രിലിമിനറി എക്സാമിന് ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെഗറ്റീവ് മാർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇങ്ങനെ നെഗറ്റീവ് മാർക്കൊക്കെ
അത്രയും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മാർക്ക് അങ്ങനെ നെഗറ്റീവ് മാർക്ക് ഇല്ലാതിരുന്നു. അപ്പോൾ അതിന് കുറേ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ മീൻസ് ഒരു എന്താ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കേട്ടാൽ വളരെ സന്തോഷം. അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇത് കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്കാണെങ്കിൽ ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ നമ്മൾ കാരണം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ അടുത്തെന്ന് പറയുന്നത് ആഹ് ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ റാങ്ക് ഫയൽ മാത്രമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയ്യോ ഈ റാങ്ക് ഫയൽ മാത്രമേ ഞാൻ പഠിക്കുള്ളൂ എന്നുള്ള വാശി, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനലത്തെ ക്ലാസ് മാത്രമേ കാണുള്ളൂ എന്നുള്ള വാശി, അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. ഓക്കെ, നമുക്ക് അത്രയും ഫ്രീഡം ഉണ്ട്, അത്രയും സോഴ്സുകളുണ്ട് ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട്. റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ ഒരു കാര്യം വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ യൂട്യൂബ് വീഡിയോസ്. അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോഴ്സിൽ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ എടുത്ത് കാണുക. എന്ത് വേണമെങ്കിലും ഏത് രീതിയിലാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയാണെങ്കിലും വേണ്ടില്ല റാങ്ക് ലിസ്റ്റിൽ എത്തുക. അതായത് അപ്പുറത്തിരിക്കുന്ന ആളുടെ പേപ്പർ നോക്കി എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല, കള്ളത്തരമായ മാർഗ്ഗങ്ങളിലൂടെ റാങ്ക് ലിസ്റ്റിൽ വരുന്ന കാര്യമല്ല ഞാൻ ഈ പറയണത്. എന്നാൽ പോലും പഠിക്കാനുള്ള ഏത് തരത്തിലുള്ള സോഴ്സ് ആണെങ്കിലും എത്ര മോശപ്പെട്ട കോഡാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മനസ്സിലിരുന്നത് മറ്റുള്ളവർ പോയി പറഞ്ഞിരുന്നാൽ മതി, എത്ര മോശപ്പെട്ട കോഡാണെങ്കിലൊക്കെ. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏത് മെത്തേഡാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അത് യൂട്യൂബ് ആണെങ്കിലും എന്താണെങ്കിലും ടെലഗ്രാം എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് വെച്ചാൽ ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഗ്രൂപ്പ് സ്റ്റഡി ആണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഒരു ഇന്ന രീതിയിൽ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ എന്നുള്ള വാശി ഒരു കാര്യത്തിലും വേണ്ട. അത് നല്ലതല്ല. ഓക്കെ, ഇപ്പം ചില ടോപ്പിക്സ് ചിലപ്പോൾ നമുക്ക് റാങ്ക് ഫയൽ വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവില്ല. യൂട്യൂബ് ചാനൽ കാണാം. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ വീഡിയോസ്, മീൻസ് യൂട്യൂബിൽ നിന്നല്ല ഏതാണെങ്കിലും വീഡിയോസ് ഇരുന്ന് കാണുന്നതും ക്ലാസ് ഇരുന്ന് കേൾക്കുന്നതുമാണ്. അപ്പം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക. റാങ്ക് ഫയൽ ഇരുന്ന് ഒറ്റയടിക്ക് ഇരുന്ന് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊട്ടും ഓക്കെ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യാം. പിന്നെ അടുത്തത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഡെയിലി നോക്കണം. ഇത് മൂന്നും നോക്കാതിരുന്ന് കഴിഞ്ഞാൽ 30 മാർക്കിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇങ്ങനെ മാത്സിന് ടൈം എടുക്കുക, ഇംഗ്ലീഷിന് ടൈം എടുക്കുക, മലയാളത്തിന് ടൈം എടുക്കുക എന്നുള്ളത് അത് അത്രയും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡെയിലി നിങ്ങളുടെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ഏതൊക്കെ വീഡിയോസാണ് എങ്ങനെയൊക്കെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചതെന്നുള്ളതൊക്കെ മുൻപത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, അടുത്തത് കറണ്ട് അഫയേഴ്സ്. അത് നിങ്ങൾ മാക്സിമം ഡെയിലി തന്നെ നോക്കാൻ ശ്രമിക്കാം. പിന്നെ അത് നിങ്ങൾക്ക് ഡെയിലി നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം എന്താ പലരുടെയും സാഹചര്യങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും. കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്, നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ PDF തന്നെ ടെലഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പോഴും കിട്ടും നൂറുകണക്കിന് വീഡിയോസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ മന്തിൻ്റെ കറണ്ട് അഫയേഴ്സ് എടുത്തിട്ട് കൃത്യമായി ഫോളോ ചെയ്ത് പോകാൻ ശ്രമിക്കുക. എല്ലാ മന്തിൻ്റെയും നോക്കി പോകണം എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പം ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് കൃത്യം അതിൻ്റെ ഒരു വർഷം മുൻപ് അല്ലെങ്കിൽ 1.5 വർഷം മുൻപുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്തിരുന്ന് പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ഏതൊക്കെ സമയത്തിരുന്ന് പഠിക്കുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് നിങ്ങളിരുന്ന് പഠിക്കാൻ ശ്രമിക്കരുത്. എപ്പോഴാണ് നമുക്ക് കംഫർട്ടബിൾ, നമ്മുടെ ബോഡി എപ്പോഴാണ് കംഫർട്ടബിൾ, എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓക്കെ ആയിട്ട് നമുക്കിരുന്ന് പഠിക്കാൻ പറ്റണത്, ആ സമയത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയത്തിരുന്നിട്ട് നമ്മൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെ ഒരു 5 തവണ വായിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മൾ ഏറ്റവും ഓക്കെ ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ഇരുന്ന് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു തവണ വായിക്കുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മളത് ഓർമ്മയിൽ നമ്മുടെ ഓർമ്മയിൽ അത് സ്റ്റിക്കായി നിൽക്കും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഏറ്റവും കോൺസെൻട്രേഷൻ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ ആ സമയത്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് ഏത് തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ആണെങ്കിലും. ഓക്കെ, ഒരു പേഴ്സൺ ആണെങ്കിലും ശരി, അതായത് ഞാൻ പറയുന്നത് കുട്ടികൾ അമ്മയെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ആയിരുന്നു പഠിക്കണം എന്നല്ല. എന്നാൽ പോലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഡിസ്ട്രാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടത്. അതായത് നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കുക. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ കേട്ടിട്ടില്ലേ, നമ്മൾ എന്താ ഓരോന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയില്ലേ. അതേപോലെ തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ വന്നിട്ട് ആവശ്യമാണോ, അനാവശ്യമാണോ, അത്യാവശ്യമാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം അതിനെ അത് നോക്കി പോവുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കമൻസിലൂടെ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഓരോ
ടൂൾസും അതുപോലെ തന്നെ ഓരോ നോട്ട്സും കാര്യങ്ങളൊക്കെ അതേപോലെ PSCയുടെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ താല്പര്യമില്ല എനിക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കാം. നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടിനും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ടെലഗ്രാമിൽ സോറി ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് എല്ലാ ആൻസേഴ്സും കൃത്യമായിട്ട് തരാമെന്നല്ല. ഞാൻ എപ്പോഴും ഫ്രീ ആവുന്ന സമയത്ത് അപ്പോഴൊക്കെ ഇൻസ്റ്റയിൽ കയറിയിട്ട് എന്തെങ്കിലും റിപ്ലൈ തരാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ തരാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നല്ല രീതിയിൽ ഇത് പഠിക്കുക. റിസൾട്ട് എന്തായാലും ഇല്ലാതിരിക്കുകയൊന്നുമില്ല. ഓക്കെ. കൃത്യമായി ഇരുന്ന് പഠിച്ചവർക്കൊക്കെ നല്ല രീതിയിൽ റാങ്ക് ലിസ്റ്റിലും കാര്യങ്ങൾക്കൊക്കെ എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇത് ഒന്നും നടക്കൂല എന്ന് ചിന്തിച്ചിട്ടാണ് ഞാനും പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നു ഇത്രയും മെത്തേഡ്സൊക്കെ ഫോളോ ചെയ്തത് കൊണ്ടാവാം എനിക്ക് ഈ സമയത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് വരാൻ സാധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവരും അവർ ആഗ്രഹിച്ച ഒരു ലിസ്റ്റിൽ തന്നെ അത് പെട്ടെന്നൊരു ജോലി കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു ലിസ്റ്റിൽ എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.